ഇന്ന് നിങ്ങളുടെ കുട്ടി നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ആ കുട്ടിയെ ശരിക്കും കണ്ടോ, അതോ ആ കുട്ടി മുൻപ് ചെയ്ത തെറ്റുകളുടെയും മോശം പെരുമാറ്റങ്ങളുടെയും ഒരു പഴയ ചിത്രത്തിലൂടെയാണോ അവരെ നോക്കിക്കാണുന്നത്? മിക്കപ്പോഴും നമ്മൾ കുട്ടിയുടെ വർത്തമാനകാലത്തെ പ്രവൃത്തികളെയല്ല നേരിടുന്നത്, മറിച്ച് നമ്മുടെ മനസ്സിലുള്ള അവരുടെ പഴയ ലേബലുകളെയാണ്. ഉദാഹരണത്തിന്, അവൻ വാശിക്കാരനാണ്, അവൾ പറയുന്നതൊന്നും കേൾക്കില്ല. ഈ ചെറിയ മാറ്റം നമ്മുടെ പാരന്റിങ്ങിനെ പൂർണ്ണമായും മാറ്റിമറി. ഈ പഴയ ചിന്തകൾ നമ്മൾ അറിയാതെ തന്നെ കുട്ടിയുമായുള്ള ബന്ധത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. നമുക്ക് ചില നിമിഷങ്ങളിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നതിന്റെയും അനാവശ്യമായി ദേഷ്യം വരുന്നതിന്റെയും പ്രധാന കാരണം ഈ പഴയ കെട്ടുകൾ അഴിച്ചു മാറ്റാത്തതാണ്. പുതിയൊരു രീതിയിലേക്ക് മാറണമെങ്കിൽ ആദ്യം നമ്മൾ ഈ പഴയ ചിന്തകളുടെ ചങ്ങലയിലാണെന്ന തിരിച്ചറിവ് ഉണ്ടാകും. നമ്മൾ നമ്മുടെ കുട്ടികളെ നോക്കുമ്പോൾ കാണുന്നത് ഇന്നത്തെ ആ കുട്ടിയെയല്ല, പകരം അവരുടെ മേൽ നമ്മൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ചില ലേബലുകളെയാണ്. ഇവൻ ഭയങ്കര വാശിക്കാരനാണ്, ഇവൻ ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ല, ഇവൾ എപ്പോഴും ഫോണിലാണ് എന്നിങ്ങനെയുള്ള ലേബലുകൾ കൊണ്ടാണ് നമ്മൾ അവരെ മൂടിയിരിക്കുന്നത്. ഈ ലേബലുകൾ നമ്മുടെ കാഴ്ചയെ മറക്കുന്നു. ഇതിനെ ശാസ്ത്രം കൺഫർമേഷൻ ബയാസ് എന്ന് വിളിക്കുന്നു. നമ്മുടെ തലച്ചോർ നമ്മൾ വിശ്വസിക്കുന്ന ആ ലേബൽ ശരിയാണെന്ന് വരുത്തി തീർക്കാൻ അതിനു മാത്രം അനുയോജ്യമായ തെളിവുകൾ തേടിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, കുട്ടി 10 നല്ല കാര്യങ്ങൾ ചെയ്താലും അത് ശ്രദ്ധിക്കാതെ അവൻ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് മാത്രം നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. കാരണം നമ്മുടെ തലച്ചോറിന് അവൻ വാശിക്കാരനാണ് എന്ന ലേബൽ ശരിയാണെന്ന് തെളിയിക്കണം. ഇതൊരു അഴുക്ക് പിടിച്ച കണ്ണടയിലൂടെ കുട്ടിയെ നോക്കുന്നതിന് തുല്യമാണ്. കണ്ണടയിൽ പാടുകളുള്ളപ്പോൾ നമ്മൾ കാണുന്ന ലോകമെല്ലാം അഴുക്കുള്ളതായി തോന്നും. ഇവിടെ കുഴപ്പം കുട്ടിയിലല്ല, മറിച്ച് നമ്മുടെ കണ്ണടയിലെ, അതായത് നമ്മുടെ മനസ്സിലെ പഴയ പാടുകളിലാണ്. കുട്ടി ഒരു ദിവസം വളരെ സന്തോഷത്തോടെ അമ്മയെന്ന് വിളിച്ച് ഓടി വന്നാൽ പോലും നമ്മൾ ഇന്നലത്തെ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നിവൻ എന്ത് പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന ഭാവത്തിലായിരിക്കും അവരെ സ്വീകരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കുട്ടിക്കും ഇതേപോലൊരു കണ്ണടയുണ്ട് എന്നതാണ്. അമ്മ എപ്പോഴും തിരക്കിലാണ്, അച്ഛൻ എപ്പോഴും ദേഷ്യത്തിലാണ്, ആരും എന്നെ കേൾക്കില്ല എന്നിങ്ങനെ മാതാപിതാക്കളെ കുറിച്ചുള്ള ചിത്രങ്ങൾ അവരും മനസ്സിൽ വരച്ചു വെക്കുന്നു. ഇതിന്റെ ഫലമായി രണ്ടുപേരും ഇന്നലത്തെ ഭാരവും പേറി ഓരോ ദിവസവും ഒരേ വഴക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അവസാനം ഒരു വിസിഷ്യസ് സൈക്കിളായി മാറുന്നു. ഈ ലേബലുകൾ എങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റത്തെ മാറ്റുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അടുത്തതായി, കുട്ടി പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ആ ശാരീരിക മാറ്റത്തെക്കുറിച്ച് കുറച്ച് നോക്കാം. കുട്ടി കയ്യിലിരുന്ന സാധനം നിലത്തെറിഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങുന്ന ആ നിമിഷം നിങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? നെഞ്ചിൽ ഒരു മുറുക്കം, ശ്വാസം നിലയ്ക്കുന്നത് പോലെയുള്ള അവസ്ഥ, അല്ലെങ്കിൽ നിയന്ത്രിക്കാനാവാത്ത കടുത്ത ദേഷ്യം? ഇത് വെറുമൊരു ദേഷ്യമല്ല. ആ നിമിഷം നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും യുക്തിപരമായി ചിന്തിക്കാൻ സാധിക്കില്ല. നമ്മുടെ തലച്ചോറിൽ അമിഗ്ഡല എന്ന ഒരു ചെറിയ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. അപകടം മണക്കുമ്പോൾ ഈ ഗാർഡ് പെട്ടെന്നൊരു പാനിക് ബട്ടൺ അമർത്തുന്നു. ഉടൻ തന്നെ നമ്മുടെ ശരീരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറുകയും തലച്ചോറിലെ യുക്തിയുടെ വാതിലുകൾ അടയുകയും ചെയ്യുന്നു. ഇത് മനുഷ്യ ശരീരത്തിന്റെ ഒരു അതിജീവന തന്ത്രമാണ്, ഒരു സർവൈവൽ മെക്കാനിസം. യഥാർത്ഥത്തിൽ കുട്ടിയുടെ ഇന്നത്തെ ആ ഒരു കരച്ചിലല്ല ഈ പാനിക് ബട്ടൺ അമർത്തുന്നത്. ആ ശബ്ദത്തിൽ നിങ്ങളുടെ സ്വന്തം കുട്ടിക്കാലത്ത് നിങ്ങൾ അനുഭവിച്ച അവഗണനയുടെയോ അപമാനത്തിന്റെയോ ഭയത്തിന്റെയോ പഴയ ഓർമ്മകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കുട്ടിക്കാലത്ത് നിങ്ങൾ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് അപകടമാണെന്ന് പഠിച്ചിട്ടുണ്ടാകാം. ആ പഴയ മുറിവുകളാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇതൊരു പഴയ ഫയർ അലാറം പോലെയാണ്. വീട്ടിൽ വലിയ തീപിടുത്തമൊന്നുമില്ല, ഒരു പക്ഷേ ഒരു ചെറിയ പുക മാത്രമേ ഉണ്ടാകൂ, പക്ഷേ ആ പഴയ അലാറം വലിയ ശബ്ദത്തിൽ മുഴങ്ങും. അതുപോലെ കുട്ടി ഒരു ഗ്ലാസ് വെള്ളം തട്ടിമറിക്കുന്നത് ഒരു ചെറിയ കാര്യമാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ അലാറം അത് വലിയൊരു അപകടമായി കാണുകയും നിങ്ങൾ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഈ ഫയർ അലാറം ഉദാഹരണം നിങ്ങളുടെ ജീവിതവുമായി ഒത്തുപോകുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യൂ. അടുത്തതായി, ഈ സ്ട്രെസ് ഹോർമോണുകൾ കുട്ടിയുടെ തലച്ചോറിനെ എങ്ങനെ മാറ്റുന്നു എന്നതിനെ കുറിച്ച് വിശദമായി നോക്കാം. നമ്മൾ ദേഷ്യപ്പെടുന്നത് മോശമാണ് എന്ന് പറയുന്നത് വെറുമൊരു ഉപദേശമല്ല. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനങ്ങൾ ഇതിന് പിന്നിലെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. 1998 CDCയും കൈസർ പെർമനന്റേയും ചേർന്ന് 17,000-ലധികം ആളുകളിൽ നടത്തിയ പഠനം അനുസരിച്ച് മാതാപിതാക്കൾ കുട്ടിക്കാലത്ത് അനുഭവിച്ച അവഗണനയും വഴക്കുകളും അവരുടെ കുട്ടികളെ നേരിട്ട് ബാധിക്കുന്നു എന്ന് കാണിക്കുന്നു. അത്തരം പശ്ചാത്തലമുള്ള മാതാപിതാക്കളുടെ കുട്ടികൾക്ക് ADHD പോലുള്ള ലക്ഷണങ്ങൾ വരാൻ സാധ്യത ഇരട്ടിയും മാനസിക പ്രശ്നങ്ങൾ വരാൻ 4 ഇരട്ടിയും സാധ്യതയുണ്ട്. നിങ്ങൾ സ്ട്രെസ്സിലായിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലുണ്ടാകുന്ന സ്ട്രെസ് ഹോർമോണുകൾ നിങ്ങളുടെ കുട്ടിയുടെ വളരുന്ന തലച്ചോറിന്റെ ഘടനയെ തന്നെ മാറ്റുന്നു. ഇതിനെ ഫ്രണ്ടൽ ബ്രെയിൻ അസിമെട്രി എന്ന് വിളിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, കുട്ടിയുടെ തലച്ചോറിൽ ഭയം കൈകാര്യം ചെയ്യുന്ന ഭാഗം അമിതമായി സജീവമാവുകയും ശാന്തത നൽകുന്ന ഭാഗം ദുർബലമാവുകയും ചെയ്യുന്നു. അതായത്, നിങ്ങളുടെ ദേഷ്യം കുട്ടിയുടെ തലച്ചോറിനെ എപ്പോഴും ഭയപ്പെട്ടിരിക്കാൻ പാകപ്പെടുത്തിയിരിക്കുന്നു. കുട്ടികൾ നടത്തുന്ന വാശിയോ കരച്ചിലോ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമല്ല. അത് നിങ്ങളുടെ ഉള്ളിലെ ഉണങ്ങാത്ത പഴയ മുറിവുകളെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ ഗ്ലാസ് പൊട്ടിച്ചതിനോ കരഞ്ഞതിനോ നേരിട്ട അതേ അവഗണനയോ ദേഷ്യമാണ് ഇന്ന് നിങ്ങളുടെ കുട്ടി പാൽ തട്ടിമറിക്കുമ്പോൾ നിങ്ങളിൽ
ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ഓണാക്കുന്നത്. എന്നാൽ ഇതിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. 2020-2022 കാലഘട്ടത്തിലെ പഠനങ്ങൾ തെളിയിക്കുന്നത് മാതാപിതാക്കൾ സ്വന്തം വൈകാരിക മാറ്റങ്ങൾ മനസ്സിലാക്കി ശാന്തരാകുമ്പോൾ കുട്ടികളുടെ വാശിയും ദേഷ്യവും ഗണ്യമായി കുറയുന്നു എന്നാണ്. നിങ്ങൾ ശാന്തരാകുമ്പോൾ മിറർ ന്യൂറോണുകൾ വഴി നിങ്ങളുടെ കുട്ടിയുടെ തലച്ചോറും ശാന്തമാക്കാൻ തുടങ്ങും. ഇതിനെക്കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ മുറിവുകൾ നിങ്ങൾ ഉണക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ തലച്ചോറിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ ശാസ്ത്രീയ വശങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മാറ്റം എത്രത്തോളം അനിവാര്യമാണെന്ന് മനസ്സിലാകുന്നില്ലേ? അടുത്തതായി തലമുറകളായി കൈമാറി വരുന്ന ഈ ചക്രത്തെ തകർക്കാൻ നമുക്ക് ചെയ്യാവുന്ന 4 പ്രായോഗിക പടവുകളെക്കുറിച്ച് സംസാരിക്കാം. ഒന്നാമത്തേത് അവയർനെസ്. നിങ്ങളുടെ ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ്? കണ്ണു തുറന്ന ഉടനെ മൊബൈൽ ഫോൺ എടുക്കുന്നതിന് പകരം വെറും 60 സെക്കൻഡ് നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് നോക്കുക. എൻ്റെ കുട്ടിയെക്കുറിച്ച് ഏത് പഴയ ചിന്തകളാണ് ഇന്നും ഞാൻ കൊണ്ടു നടക്കുന്നത്? ഇന്നലത്തെ വഴക്കിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ആ പഴയ റെക്കോർഡ് പ്ലെയർ പോലെ നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ടോ? ആ ചിന്തകളെ മാറ്റാനോ നിയന്ത്രിക്കാനോ ശ്രമിക്കാതെ ആകാശത്തൊഴുകുന്ന മേഘങ്ങളെപ്പോലെ വെറുതെ നോക്കിക്കാണുക. ഈ തിരിച്ചറിവ് നിങ്ങളെ ആ പഴയ കെണിയിൽ നിന്നും പുറത്തു കൊണ്ടുവരും. രണ്ടാമതായി ലിവിങ് ഇൻ ദ പ്രസന്റ്. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ശാന്തമായിരുന്ന് ധ്യാനിക്കുക. നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതിനും ഇടയിലുള്ള ആ ചെറിയ നിശബ്ദത ശ്രദ്ധിക്കുക. കുട്ടിയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും കഴിഞ്ഞ കാലത്തെ സങ്കടങ്ങളും മാറ്റി നിർത്തി നിങ്ങളുടെ കുട്ടി ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളതിന് ഹൃദയപൂർവ്വം നന്ദി പറയുക. ചെറുതാണെങ്കിലും കുട്ടിയിലുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ചോർത്ത് അഭിമാനിക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിൽ സമാധാനം നിറക്കും. മൂന്നാമതായി വിഷ്വലൈസേഷൻ. കുട്ടി വാശി പിടിക്കുന്ന പഴയ ചിത്രത്തിന് പകരം നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ ചിത്രം സൃഷ്ടിക്കുക. നിങ്ങളുടെ കുട്ടി ശാന്തമായി സംസാരിക്കുന്നതും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചിരിക്കുന്നതും സങ്കല്പിക്കുക. ഇത് ചെയ്യുന്നതിൽ നിന്നും ചിലപ്പോൾ നമ്മുടെ പാരന്റൽ ഈഗോ നമ്മളെ തടയും. അത് തിരിച്ചറിഞ്ഞ് ഈ സന്തോഷം ഉള്ളിൽ ശരിക്കും അനുഭവിക്കുക. വികാരത്തോടൊപ്പം നിങ്ങൾ സങ്കല്പിക്കുന്ന കാര്യങ്ങളെ തലച്ചോർ യാഥാർത്ഥ്യമായി സ്വീകരിക്കുന്നു. ഇത് നിങ്ങളുടെ മിറർ ന്യൂറോണുകളെ സജീവമാക്കുകയും നിങ്ങളുടെ ശാന്തത കുട്ടികളിലേക്ക് പകരുകയും ചെയ്യും. ഇതിനെക്കുറിച്ചും വിശദമായി വേറൊരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നാലാമതായി ലിവിങ് ആസ് ദ ന്യൂ യു. പുതിയ നിങ്ങളായി മാറുക. ഈ പുതിയ പോസിറ്റീവ് മനോഭാവത്തോടെ നിങ്ങളുടെ പകൽ സമയം ചെലവഴിക്കുക. പഴയ ദേഷ്യത്തിലേക്ക് മനസ്സ് തിരിച്ചു പോകുമ്പോൾ ഈ പടവുകൾ ഓർമ്മിക്കുക. നിങ്ങൾ ശാന്തരാകുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ തലച്ചോറും സ്വാഭാവികമായി ശാന്തമാകാൻ തുടങ്ങും. കുട്ടികളുടെ ടാൻട്രംസ് അല്ലെങ്കിൽ വാശി എന്നത് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനുള്ള ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ മുറിവുകൾ ഉണക്കാൻ ലഭിച്ച ഒരു അവസരമാണ്. ഇതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് മാറ്റമുണ്ടാക്കുന്ന ഒരു മാജിക് അല്ല, ഇത് ഒരു നിരന്തരമായ പ്രക്രിയയാണ്. നിങ്ങൾ സ്വയം മാറാൻ തയ്യാറായാൽ നിങ്ങളുടെ കുട്ടികളുടെ ലോകം മാറും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രായോഗികമായി തോന്നിയ ഭാഗം ഏതാണ്? അത് ഇന്ന് തന്നെ പരീക്ഷിച്ചു നോക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഉത്തരം കമന്റിൽ ഷെയർ ചെയ്യൂ. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.